ഹലോ നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും ലിറ്റാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ യോഗയിലത്തെ ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മുടെ യോഗ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, ഓർഗനൈസിങ് കോമ്പറ്റീഷൻസ്. ഇതിനകത്ത് ഒരു 2-3 കോമ്പറ്റീഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഓർഗനൈസേഷനെ മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ, വേറെ ഒന്നും ഈ ചാപ്റ്ററിനകത്ത് പറയുന്നില്ല. സിമ്പിളായിട്ടുള്ള ചെറിയൊരു ചാപ്റ്ററാണ്. അതിനകത്ത് ഇൻട്രാമ്യൂറൽ, എക്സ്ട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ്, സ്പോർട്സ് മീറ്റ്, അതേപോലെ തന്നെ പിന്നെ വരുന്ന ടൂർണമെൻറ്റ്, ഇത്രയും സംഭവങ്ങൾ ഈ 3 കുറിച്ച് മാത്രമാണ് അതിനകത്ത് പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഷോർട്ടായിട്ട് ചാപ്റ്ററോട്ട് നമുക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് പറയുന്ന ടോപ്പിക് ഇൻട്രാമ്യൂറൽ ആൻഡ് എക്സ്ട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ്. എന്താണ് ഇൻട്രാമ്യൂറൽ, എന്താണ് എക്സ്ട്രാമ്യൂറൽ? പേരിൽ തന്നെ ഉണ്ടല്ലേ, നിങ്ങൾ വെറുതെ കാണാപ്പാടം പഠിക്കാതെ പേര് വെച്ചിട്ട് കുറേയൊക്കെ പഠിക്കാൻ നോക്കുക കേട്ടോ. ഇൻട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, അകത്ത്, ഉള്ളിൽ എന്നുള്ളൊരു മീനിങ് ആണ് അല്ലേ. അപ്പോൾ എന്താ ഇൻട്രാമ്യൂറൽ? Competitions organized within an institution or organization, typically involving teams or individuals from the same school, college or university. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള കോമ്പറ്റീഷനാണ് ഇൻട്രാമ്യൂറൽ. ഇൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള പല പല ടീമുകൾ തമ്മിൽ നടത്തുന്ന കോമ്പറ്റീഷനാണ് ഇൻട്രാമ്യൂറൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ ഒരേ സ്കൂളിൻ്റെ അകത്തുള്ള ടീമുകളായിട്ട്, അല്ലെങ്കിൽ ഒരേ കോളേജിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് എന്താ പറയുക ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലോ അങ്ങനത്തെ കോമ്പറ്റീഷൻസ്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ പല പല കോളേജുകൾ തമ്മിലോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ അണ്ടറിൽ വരുന്ന പല ടീമുകൾ തമ്മിലുള്ള കോമ്പറ്റീഷനാണ് ഇൻട്രാമ്യൂറൽ എന്നത് മനസ്സിലാക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് ഷുവറായിട്ട് നമുക്ക് ചോദിക്കും. ആകെ നിങ്ങൾക്ക് 3 പഠിക്കാനുള്ളൂ. അപ്പോൾ 3 കറക്റ്റായിട്ട് കുറച്ചെങ്കിലും അത്യാവശ്യം എല്ലാ പോയിൻറ്റ്സും ഒന്ന് ഓർത്ത് വയ്ക്കുക, പിന്നെ നിങ്ങൾക്ക് അത് വെച്ച് എഴുതാൻ പറ്റും. പിന്നെന്താണ് എക്സ്ട്രാമ്യൂറൽ കോമ്പറ്റീഷൻ? എക്സ്ട്രാമ്യൂറൽ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കറിയാം പുറത്തുനിന്ന് ഉള്ളതാണ് അല്ലേ. പുറത്തുനിന്നുള്ളതാണ് നമ്മൾ എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുറത്തേക്ക് എന്നുള്ള മീനിങ്ങാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? കോമ്പറ്റീഷൻസ് ഓർഗനൈസ്ഡ് ഔട്ട്സൈഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ or organization, typically involving teams or individuals from different schools, colleges or universities. അത് പുറത്തേക്കായിരിക്കും, അത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ പുറത്ത് കണ്ടക്ട് ചെയ്യുന്ന പല സ്കൂളുകൾ തമ്മിൽ അല്ലെങ്കിൽ പല കോളേജുകൾ തമ്മിൽ പല യൂണിവേഴ്സിറ്റികൾ തമ്മിൽ അങ്ങനെ നടത്തുന്നതാണ് എക്സ്ട്രാമ്യൂറൽ കോമ്പറ്റീഷൻസ്. ഇന്റർ സ്കൂൾ അല്ലെങ്കിൽ ഇന്റർ കോളേജിയറ്റ് സ്പോർട്സ് ടൂർണമെൻറ്റ്, അതേപോലെ ലീഗ് കോമ്പറ്റീഷൻസ് ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. ഇനി അതിൻ്റെ ഓർഗനൈസിങ് എങ്ങനെയാണ്, ഓർഗനൈസേഷൻ എങ്ങനെയാണ്, കണ്ടക്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഓർഗനൈസിങ് ഇത് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഞാനൊരു കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒന്നും കൂടെ നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓർഗനൈസിങ് ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻ. ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻ എങ്ങനെയൊക്കെ ഓർഗനൈസ് ചെയ്യുക? ഫസ്റ്റ് പ്ലാനിങ് ആണ്. കറക്റ്റായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുക, എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്, എന്തൊക്കെ സ്പോർട്സ് ഇവൻറ്റ്സ് ആണ്, എങ്ങനെയാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്നൊക്കെ നോക്കുക. പിന്നെ ടീം ഫോർമേഷൻ, കറക്റ്റായിട്ടുള്ള ടീമുകളെ ഫോം ചെയ്യുക. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് എല്ലാവർക്കും ഗൈഡ് ലൈൻസ് പറഞ്ഞു കൊടുക്കുക. പിന്നെ ഒഫീഷ്യൽസ് ആൻഡ് റെഫറീസ്, ആരൊക്കെയാണ് ഒഫീഷ്യൽസ്, ആരൊക്കെയാണ് അതിൻ്റെ എന്താ പറയുക ഇവൻറ്റിനെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നത്, ആരൊക്കെയാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് ട്രെയിൻഡ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ എന്നൊക്കെ തീരുമാനിക്കുക. പിന്നെ എക്യുപ്മെൻറ്റ് ആൻഡ് ഫെസിലിറ്റീസ്, ആവശ്യത്തിനുള്ള അവൈലബിലിറ്റി ഉണ്ടാവണം, എല്ലാ എക്യുപ്മെൻറ്റിൻ്റെയും ഫെസിലിറ്റീസിൻ്റെ ഒക്കെ ആവശ്യത്തിനുള്ള നമുക്ക് കിട്ടണം, ലഭ്യത ഉണ്ടാവണം. പിന്നെ കണ്ടക്ടിങ് ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻ. എങ്ങനെ ഇൻട്രാമ്യൂറൽ കോമ്പറ്റീഷൻ കണ്ടക്ട് ചെയ്യാം? ഫസ്റ്റ് എന്താണ്, ഷെഡ്യൂൾ ചെയ്യുക, കറക്റ്റായ രീതിയിൽ എവിടെയാണ് ഇവൻ്റ്, എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് സ്മൂത്തായിട്ട് എക്സിക്യൂട്ട് ചെയ്യാം എന്നതൊക്കെ പ്ലാൻ ചെയ്യാം. പിന്നെ സൂപ്പർവിഷൻ ആണ് അല്ലേ, കറക്റ്റായിട്ട് നമ്മൾ സൂപ്പർവൈസ് ചെയ്യണം, കറക്റ്റ് സേഫ്റ്റി കാര്യങ്ങളൊക്കെ ശരിയല്ലേ, ഫെയർ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നടക്കുന്നതെന്നൊക്കെ നമ്മൾ നോക്കണം. പിന്നെ സ്കോറിങ് ആൻഡ് റെക്കോർഡ് കീപ്പിംഗ്, അതിൻ്റെ സ്കോറുകൾ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കണം. പിന്നെ അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ, കൊടുക്കേണ്ടുന്ന അവാർഡുകളും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടാവണം വിന്നേഴ്സിനുള്ളത്. പിന്നെ അതിൻ്റെ തന്നെ ഈ എക്സ്ട്രാ മ്യൂറലിൻ്റെ ഓർഗനൈസേഷനും അതേപോലെ കണ്ടക്ട് ചെയ്യുന്നതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഓർഗനൈസിങ് എക്സ്ട്രാ മ്യൂറൽ കോമ്പറ്റീഷൻ, അവിടെ ഈ പറഞ്ഞ പോലെ കൊളാബറേഷൻ ആണ് വരുന്നത് അല്ലേ. നമ്മളിപ്പോൾ ഒരു കോളേജിൻ്റെ അകത്ത് പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ തന്നെ ആ പ്രോഗ്രാം നടത്തുന്നവർക്ക് അറിയാം അവരുടെ കുട്ടികൾ തമ്മിൽ തന്നെയാണ്, എങ്ങനെയൊക്കെ ആയാലും പല ഡിപ്പാർട്ട്മെൻ്റ് ആയാലും ആ ഒരു ക്യാമ്പസിൻ്റെ അകത്ത ആളുകൾ തന്നെയാണ്. പക്ഷേ എക്സ്ട്രാ മ്യൂറൽ എന്ന് പറയുമ്പോൾ പരസ്പരം അറിയാത്ത ആളുകൾ തമ്മിലാണ് അല്ലേ, 2 സ്കൂളുകൾ തമ്മിൽ അല്ലെങ്കിൽ 2 കോളേജ് 2 യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോൾ പരസ്പരം ഒരു ബന്ധമില്ലാത്ത ആളുകളാണ്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എന്താ പറയുക ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൊളാബറേഷൻ കറക്റ്റായിട്ട് ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ് കൊളാബറേറ്റ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ ഷെഡ്യൂളിങ്ങും ടൈമിങ് അതിൻ്റെ പാർട്ടിസിപ്പൻസ് സംഭവങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. പിന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവിടെയും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ആരാണോ അതിൻ്റെ ഹെഡായിട്ട് നിൽക്കുന്നത് അവർ പറഞ്ഞു കൊടുക്കണം. പിന്നെ അതിൻ്റെ ലോജിസ്റ്റിക്സ്, ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ, ഇക്വിപ്മെൻറ്റ്, ആ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു കണക്കുണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, നല്ല രീതിയിൽ ആ ഒരു ഇവൻറ്റ് സ്മൂത്തായിട്ട് എക്സിക്യൂട്ട് ചെയ്യണം, ഇവൻറ്റ്സ് അതേപോലെ തന്നെ അത് സെറ്റപ്പ് ചെയ്യണം, അതിൻ്റെ ടിയർ ഡൗൺ കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടതുണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷൻ, കറക്റ്റായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ടീമുകളുമായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട്. പിന്നെ സ്കോറിങ് ആൻഡ് റിസൾട്ട്, നമ്മൾ മുന്നേ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. സ്പോർട്സ്മാൻഷിപ്പ് ആൻഡ് സേഫ്റ്റി, ഇവിടെ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു പരസ്പരമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അടിപിടി സംഭവങ്ങളൊന്നും ഇല്ലാതെയൊക്കെ നമ്മൾ നോക്കണം, സേഫായിട്ട് കാര്യങ്ങളൊക്കെ എൻഡ് ചെയ്യിക്കാനായിട്ട് സാധിക്കണം. അതാണ് ഫസ്റ്റ്
എന്താ പറയുന്നത് കോമ്പറ്റീഷൻ വരുന്നത് അല്ലേ. ഈ സെക്കൻഡ് വൺ വരുന്നതാണ് സ്പോർട്സ് മീറ്റ്. സ്പോർട്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എ ഗാദറിംഗ് ഓർ ഇവൻറ്റ് വേർ അത്ലറ്റ്സ് ഓർ ടീംസ് compete in various sports or games, often with a focus on competition, recreation or community engagement. കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റിൻ്റെയോ റീക്രിയേഷൻ്റെയോ കോമ്പറ്റീഷൻ്റെ ഒക്കെ ഭാഗമായിട്ട് അത്ലറ്റുകളോ അല്ലെങ്കിൽ ടീമുകളൊക്കെ പരസ്പരം കോമ്പീറ്റ് ചെയ്യുന്നതിന് ഏതെങ്കിലും ഒരു ഗെയിമിൻ്റെ ഒക്കെ ബേസ് ചെയ്ത് കോമ്പീറ്റ് ചെയ്യുന്നതിനാണ് സ്പോർട്സ് മീറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമുക്ക് രണ്ടാക്കി തിരിക്കാം, സ്റ്റാൻഡേർഡ് സ്പോർട്സ് മീറ്റ് ആൻഡ് നോൺ സ്റ്റാൻഡേർഡ് സ്പോർട്സ് മീറ്റ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എടുത്ത് പറഞ്ഞുള്ള ടേമുകളാണ് കേട്ടോ. സ്റ്റാൻഡേർഡ് സ്പോർട്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോമ്പറ്റീഷൻസ് ദാറ്റ് ഫോളോ എസ്റ്റാബ്ലിഷ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് എ സ്പെസിഫിക് സ്പോർട്ട് ഓർ ഗവേണിംഗ് ബോഡി. കറക്റ്റായിട്ടുള്ള എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ പറഞ്ഞ് കറക്റ്റായിട്ടൊരു ഗവേണിംഗ് ബോഡി ഉണ്ടാവും. അത് വെച്ച് നടത്തുന്ന സ്റ്റാൻഡേർഡായിട്ട് നടത്തുന്ന കോമ്പറ്റീഷനാണ് അല്ലെങ്കിൽ സ്പോർട്സ് മീറ്റിനെയാണ് സ്റ്റാൻഡേർഡ് സ്പോർട്സ് മീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. ഒളിമ്പിക് ഗെയിം, വേൾഡ് ചാമ്പ്യൻഷിപ്പ്, നാഷണൽ ചാമ്പ്യൻഷിപ്പുകളൊക്കെ അങ്ങനെയാണ്. നോൺ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുമ്പോൾ അതെങ്ങനെയായിരിക്കും, കോമ്പറ്റീഷൻ ദാറ്റ് ഡീവിയേറ്റ് ഫ്രം ട്രഡീഷണൽ റൂൾസ് ഫോർ ഫോർമാറ്റ്സ് ഓഫൻ ഫോക്കസിങ് ഓൺ റീക്രിയേഷണൽ ഡെവലപ്മെൻറ്റൽ ആസ്പെക്ട്. കറക്റ്റായിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുക അങ്ങനെ നടന്നോളന്നില്ല. അതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ജസ്റ്റ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നടത്തുന്ന ഗെയിംസ് ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നടത്തുന്ന അത്രയും സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാത്ത സ്പോർട്സ് മീറ്റുകളെയാണ് നോൺ സ്റ്റാൻഡേർഡ് സ്പോർട്സ് മീറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കണം. അതിൽ ഫണ്ട് റണ്ണുകൾ, ചാരിറ്റി ഇവൻറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ചാരിറ്റിക്ക് വേണ്ടിയിട്ട് നടത്തുന്ന പരിപാടികളായിരിക്കും. അതിലൊന്നും അല്ലാതെ നമുക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നോക്കേണ്ട കാര്യമില്ല. റീക്രിയേഷൻ ടൂർണമെൻറ്റ്സ് അതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അതിൻ്റെ ഓർഗനൈസേഷനും അതേപോലെ തന്നെ കണ്ടക്ട് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്, ഫസ്റ്റ് പ്രീ ഇവൻറ്റ് പ്ലാനിങ്. ആ ഒരു ഇവൻറ്റിന് മുന്നത്തെ പ്ലാനിങ് ആണ് ആദ്യം പറയുന്നത്. ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ്, കറക്റ്റായിട്ട് നമ്മൾ എന്ത് ഒബ്ജക്റ്റീവാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. ചൂസ് വെന്യൂ, എവിടെ വെച്ചാണ് നമ്മൾ നടത്താൻ പോകുന്നത് എന്നുള്ളത്. പിന്നെ അതിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. പിന്നെ എന്താണ്, അതിൻ്റെ പാർട്ടിസിപ്പൻസ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യണം. ഇൻവൈറ്റ് പാർട്ടിസിപ്പൻസ്, ഏതൊക്കെ പാർട്ടിസിപ്പൻസ്, ഏതൊക്കെ ടീം, ഏതൊക്കെ അത്ലറ്റ്സ് ആണ് വരുന്നത് അവരെയൊക്കെ നല്ല രീതിയിൽ ഇൻവൈറ്റ് ചെയ്യുക. പിന്നെ എന്താണ്, എസ്റ്റാബ്ലിഷ് റൂൾസ്, കറക്റ്റായിട്ടുള്ള റൂൾസ് നമ്മൾ എന്ത് ചെയ്യണം, എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ അതിൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റ്, പ്രീ ഇവൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രീ ഇവൻറ്റ് പ്ലാനിങ് ആണ്. പ്ലാനിങ് കഴിഞ്ഞു ഇനി എന്താണ്, ആ ഇവൻറ്റിനെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് പോകണം. ഇവൻറ്റ് നടക്കുന്ന സമയമാണ്. അപ്പോൾ അതിലെന്താണ്, രജിസ്ട്രേഷൻ, കറക്റ്റ് ടൈമിൽ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക, അതിന് വേണ്ട ആളുകളൊക്കെ അവിടെ ഇരുത്തുക. പിന്നെ ഇക്വിപ്മെൻറ്റ് ആൻഡ് സപ്ലൈസ്, ആവശ്യമായിട്ട് ഉപകരണങ്ങൾ കൊണ്ടുവരിക, അത് സപ്ലൈ ചെയ്യുക. ഒഫീഷ്യൽസ് ആൻഡ് വളണ്ടിയേഴ്സ്, ആവശ്യമായിട്ടുള്ള അതിന് അർഹരായിട്ടുള്ള ഒഫീഷ്യൽസും വളണ്ടിയേഴ്സും ഉണ്ടായിരിക്കണം. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ആ ഒഫീഷ്യൽസായിട്ട് പാർട്ടിസിപ്പൻസ് ആയിട്ടൊക്കെ. പിന്നെ ഡ്യൂറിങ് ദ ഇവൻറ്റ് നടക്കുന്ന തൊട്ട് മുന്നത്തേന്ന് പറയുന്നത് അതിന് ഫുൾ ആ ഒരു എന്താ പറയുക ഓർഗനൈസേഷനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി പറയുന്നത് ഡ്യൂറിങ് ദി ഇവൻറ്റ്, ഞാൻ മാറി പറഞ്ഞു തോന്നുന്നു, സോറി, ഡ്യൂറിങ് ദി ഇവൻ്റാണ് ഇപ്പോൾ വരുന്നത് കേട്ടോ. അതായത് ഇവൻറ്റ് നടക്കുന്ന ആ ഒരു സമയമാണ് ഇപ്പോൾ പറയുന്നത്, ഡ്യൂറിങ് ദ ഇവൻറ്റ്. ഫസ്റ്റ് പ്ലാൻ ചെയ്തു, പിന്നെ നമ്മൾ അതിനെ ഫുൾ ഓർഗനൈസേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മാനേജ് ചെയ്യാൻ, എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ള ആ ഒരു ടൈമാണ്. അതായത് അന്നത്തെ ദിവസം രാവിലെ അല്ലെങ്കിൽ കുറച്ച് ദിവസം മുന്നേറ്റ് നമ്മൾ ഉള്ള പ്ലാനിങ്ങുകളുണ്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇനി പറയുന്നത് ഡ്യൂറിങ് ദ ഇവൻ്റ് ആണ്. അത് ഇവൻറ്റ് എക്സിക്യൂഷൻ, ഇവൻറ്റ് നല്ല രീതിയിൽ നടത്ത ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. സ്കോറിങ് ആൻഡ് റിസൾട്ട്, കറക്റ്റായിട്ട് തന്നെ യാതൊരു ബയസും ഇല്ലാതെ തന്നെ സ്കോറിങ്ങും റിസൾട്ടുകളൊക്കെ കൊടുക്കുക. പിന്നെ അതിനുള്ള അവാർഡുകൾ കറക്റ്റായിട്ട് എത്തിക്കുക, അത് അതിൻ്റെ രീതിയിൽ കൈമാറുക. ക്രൗഡ് മാനേജ്മെൻറ്റ്, തിരക്കൊക്കെ കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി പോസിറ്റീവ് ഇവൻറ്റ് കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നമ്മൾ 4 സ്റ്റേജായിട്ട് നമുക്ക് തിരിക്കാം കേട്ടോ. അപ്പോൾ എന്താണ്, ഇവാലുവേഷൻ ആവാം, അതേപോലെ തന്നെ ഫീഡ്ബാക്ക് നമുക്ക് കളക്ട് ചെയ്യാം, ഫോളോ അപ്പ് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ എന്താണ്, തേർഡ് വൺ ആയിട്ട് അല്ലെങ്കിൽ ലാസ്റ്റ് വൺ ആയിട്ട് നമുക്ക് വരുന്നതാണ് ടൂർണമെൻറ്റ്. ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ടൂർണമെൻറ്റ് ഇസ് എ സ്ട്രക്ചേർഡ് കോമ്പറ്റീഷൻ വേർ ടീംസ് ഓർ ഇൻഡിവിജ്വൽസ് കോമ്പീറ്റ് ടു ഡിറ്റർമിൻ എ വിന്നർ, പ്രൊമോട്ടിംഗ് കോമ്പറ്റീഷൻ, സ്പോർട്സ്മാൻഷിപ്പ് ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ആയിട്ട് കറക്റ്റായിട്ടൊരു വിന്നറിനെ കണ്ടെത്താൻ വേണ്ടി നടത്തുന്ന ഒരു സ്ട്രക്ചേർഡ് ആയ കോമ്പറ്റീഷനാണ് ടൂർണമെൻറ്റ്. അപ്പോൾ അതിലെന്തൊക്കെയാണ്, സിംഗിൾ ലീഗ് ടൂർണമെൻറ്റും സിംഗിൾ നോക്കൗട്ട് ടൂർണമെൻറ്റുമാണ് നമ്മുടെ സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ളത്. സിംഗിൾ ലീഗ് ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ഫോർമാറ്റ് ഈച്ച് ടീം പ്ലേസ് എവരി അതർ ടീം വൺസ്, ഓരോ ടീമിനോടും മത്സരിക്കും. അതാണ് ഈ സിംഗിൾ ലീഗ് ടൂർണമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പോയിന്റ് സിസ്റ്റം എങ്ങനെയായിരിക്കും, ടീംസ് ഏൺ പോയിന്റ്സ് ബേസ്ഡ് ഓൺ വിൻസ് ഡ്രോസ് ഓർ ലോസസ്. ജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ഡ്രോ ആയതിൻ്റെ അടിസ്ഥാനത്തിലും ലോസ് ആയതിൻ്റെ അടിസ്ഥാനത്തിലും നമ്മൾ എന്ത് ചെയ്യും, പോയിന്റ്സ് കിട്ടുന്നുണ്ടായിരിക്കും. ഇനി വിന്നറിന് എങ്ങനെയാണ്, ദ ടീം വിത്ത് ദ മോസ്റ്റ് പോയിന്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടൂർണമെൻറ്റ് ഇസ് ഡിക്ലയർഡ് ആസ് എ വിന്നർ. ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആളെ അവസാനം വിന്നറായി തിരഞ്ഞെടുക്കും. അതാണ് സിംഗിൾ ലീഗ് ടൂർണമെൻറ്റ്. പിന്നെ സിംഗിൾ നോക്കൗട്ട് ടൂർണമെൻറ്റ് എന്താണ്, ടീംസ് ആർ എലിമിനേറ്റഡ് ആഫ്റ്റർ ലോസിങ് എ സിംഗിൾ മാച്ച്. ഒരു മാച്ച് തോറ്റാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനകത്ത് നിന്ന് എലിമിനേറ്റ് ആയി പോകും. അതാണ് സിംഗിൾ നോക്കൗട്ട് ടൂർണമെൻറ്റ്. സിംഗിൾ നോക്കൗട്ട്, ഒറ്റ തവണ
തെറ്റിയാൽ തന്നെ അല്ലെങ്കിൽ ഒറ്റ തവണ എന്താ പറയുക തോറ്റു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, നോക്കൗട്ട് ആയി പുറത്ത് പോകുന്നതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അതിൻ്റെ വിന്നറിനെ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക? ദ ടീം ദാറ്റ് വിൻസ് ഈച്ച് മാച്ച് അഡ്വാൻസസ് ടു ദ നെക്സ്റ്റ് റൗണ്ട് അൺടിൽ ദ ചാമ്പ്യൻസ് ഡിറ്റർമിൻഡ്. ഓരോ മാച്ചിലും ജയിക്കുന്നവർ അടുത്ത റൗണ്ടിലേക്ക് മാറും. അങ്ങനെ അവസാനം എന്ത് ചെയ്യും, ലാസ്റ്റ് വരുന്ന 2 ടീമുകൾ മത്സരിക്കുന്നു, അതിനകത്ത് ആരാണ് ചാമ്പ്യൻ എന്ന് തീരുമാനിക്കണം. അപ്പോൾ അതിൻ്റെ എലിമിനേഷൻ എങ്ങനെയാണ്? ലോസിങ് എ മാച്ച് റിസൾട്ട് ഇൻ എലിമിനേഷൻ ഫ്രം ദ ടൂർണമെൻറ്റിലത്തെ ആ റിസൾട്ട് അനുസരിച്ചിട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ നോക്കൗട്ട് ആവുന്നത് എങ്ങനെയാണ്. അപ്പോൾ അത്തരത്തിലാണ് ഇതിനകത്തുള്ള ഒരു ചേഞ്ച് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. സിംഗിൾ ലീഗ് ടൂർണമെൻറ്റും സിംഗിൾ നോക്കൗട്ട് ടൂർണമെൻറ്റും. ഇനി അതിൻ്റെ ഓർഗനൈസിങ് ആൻഡ് കണ്ടക്ടിങ്. പ്ലാനിങ് എന്തൊക്കെ വരും? ഡിഫൈൻ ഒബ്ജക്റ്റീവ്സ്, ചൂസ് ഫോർമാറ്റ്, ഷെഡ്യൂൾ. പിന്നെ എക്സിക്യൂഷനിലോ രജിസ്ട്രേഷൻ, സീഡിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഡിറ്റർമിൻ ദ സീഡിങ് ഓഫ് ടീംസ് ഓർ പ്ലെയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലത്തെ ആളുകളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതിലത്തെ എന്താ പറയുക പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ അതിൽ പ്ലെയേഴ്സ് ആരാണ് അവരുടെ ഓർഡർ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക മേ ബി മുന്നത്തെ മാച്ചുകളൊക്കെ കണ്ടിട്ട് നമുക്കറിയാലോ ഓരോരുത്തരുടെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത്. അതനുസരിച്ച് അവനെ റാങ്ക് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് സീഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ മാച്ച് ഷെഡ്യൂളിംഗ് ഉണ്ട്. പിന്നെ എന്താണ് സ്കോറിങ് ആൻഡ് റിസൾട്ട്. അതൊക്കെയാണ് എക്സിക്യൂഷൻ സ്റ്റേജിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ ലോജിസ്റ്റിക്സ് നോക്കുകയാണെങ്കിലോ വെന്യൂ കറക്റ്റായിട്ട് എവിടെ നടത്തണം, ഇക്വിപ്മെൻറ്റ് എന്തൊക്കെ ഉപകരണങ്ങൾ വേണം, ഒഫീഷ്യൽസ് ഏതൊക്കെ ഒഫീഷ്യൽസ് അവിടെ ആവശ്യമുണ്ട്. പിന്നെ പ്രൊമോഷൻ നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യണം അല്ലേ, മാർക്കറ്റിംഗ് നടത്തണം, എന്നാലാണ് നമുക്ക് അതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഉണ്ടാവുള്ളൂ. അതേപോലെ കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രോപ്പറായിട്ട് നടത്തേണ്ടതുണ്ട്. ഇനി അതിൽ വരുന്ന ടോപ്പിക്കാണ് പ്രിപ്പറേഷൻ ആൻഡ് ഡ്രോയിങ് ഫിക്ചേഴ്സ്. എന്താണ് പ്രിപ്പറേഷൻ, എന്താണ് ഡ്രോയിങ് ഫിക്ചേഴ്സ്? ഐഡൻറ്റിഫൈ പാർട്ടിസിപ്പൻസ്. പ്രിപ്പറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, പാർട്ടിസിപ്പൻസിന് ഐഡൻറ്റിഫൈ ചെയ്യണം, ആരൊക്കെയാണെന്ന് കറക്റ്റായിട്ടൊരു ഐഡിയ ലിസ്റ്റ് നമുക്ക് വേണം. ചൂസ് ഫോർമാറ്റ്. എന്താ പറയുക സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് ഫോർമാറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സിംഗിൾ എലിമിനേഷൻ ആണോ റൗണ്ട് റോബിൻ ആണോ ഏതാണ് എന്നുള്ളത് നമ്മളവിടെ മനസ്സിലാക്കണം. പിന്നെ എന്താണ് സീഡിങ്, നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ കാര്യം അവരുടെ ആ ഒരു റാങ്കിങ് അനുസരിച്ച് നമുക്ക് അവരെ എന്ത് ചെയ്യുന്നതാണ്, അവരുടെ ലെവൽ അനുസരിച്ച് പഴയ പെർഫോമൻസ് അനുസരിച്ച് റാങ്ക് ചെയ്യുന്ന ഈ പൊസിഷൻ സെറ്റ് ചെയ്യുന്നതിനാണ് സീഡിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡ്രോയിങ് ഫിക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നെങ്കിൽ റാൻഡം ഡ്രോ ചെയ്യാം. റാൻഡം ഡ്രോ എന്ന് പറഞ്ഞാൽ എന്താ, യൂസ് എ റാൻഡം ഡ്രോ ടു ഡിറ്റർമിൻ ദ മാച്ചപ്സ് ആൻഡ് ഷെഡ്യൂൾ. മാച്ചപ്പും ഷെഡ്യൂളിനൊക്കെ ഒന്ന് റാൻഡം ആയിട്ട് ഡ്രോ ചെയ്യുന്നതാണ് റാൻഡം ഡ്രോ. അല്ലെങ്കിൽ സീഡിങ് ബേസ്ഡ് ഡ്രോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് സീഡിങ് ടു ഡിറ്റർമിൻ ദ മാച്ചപ്സ് ആൻഡ് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സീഡിങ് നമുക്ക് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സീഡിങ് ബേസ്ഡ് ഡ്രോ. സീഡിങ്ങിൽ ബേസ് ചെയ്തിട്ടുള്ള ഡ്രോ ആണ് സീഡിങ് ബേസ്ഡ് ഡ്രോ എന്നത് മനസ്സിലാക്കുക. പിന്നെ ലാസ്റ്റ് അതിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ആണ്. മെറിറ്റ്സ് എന്തൊക്കെയാണ്? ഫെയർ ആയിട്ടുള്ള കാര്യമാണ്, ഫെയർനെസ് ആണ്. അതേപോലെ എക്സൈറ്റ്മെൻറ്റ്, വളരെ എക്സൈറ്റ്മെൻറ്റ് കിട്ടുന്ന ഒരു സംഭവമാണ്. ഓർഗനൈസേഷനും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഡിമെറിറ്റ് നോക്കണം, ബയസ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അല്ലേ. താല്പര്യം കൂടുതലുള്ള ടീമിന് വഴി അങ്ങനെ പോയിന്റ്സ് കൂട്ടിയിട്ട് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അൺപ്രഡിക്റ്റബിൾ, നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആര് ജയിക്കുമെന്ന് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല. പിന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യമാണ്, അത് ടൈം കൺസ്യൂമിങ് ആണ്. അതേപോലെ ലാസ്റ്റ് ടൂർണമെൻ്റ് ഒക്കെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എല്ലാവർക്കും മൊത്തത്തിൽ കണ്ടക്ട് ചെയ്ത് കൊണ്ടുവരാൻ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് ഡിമെറിറ്റ്സും അതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. താങ്ക്